ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പൊതുവെ മോക്ഷപ്രാപ്തിക്കുള്ള ജ്ഞാനസാധനകളാണ് വിഷയം. ഇന്നിവിടെ മൂന്നാം ഭാഗത്തിൽ കർമ്മികളായുള്ള മനുഷ്യർക്ക് എങ്ങനെ ഐഹിക ലോകത്തു നിന്ന് മോക്ഷം നേടാൻ സാധിക്കും എന്ന കാര്യം വസുദേവർ നാരദ മഹർഷിയോട് ചോദിക്കുന്നു. നാരദ മഹർഷി അതിനുത്തരമായി വിദേഹ രാജ്യത്തിലെ ചക്രവർത്തിയായ നിമി ചക്രവർത്തിയും നവയോഗികളുമായുള്ള സംവാദത്തെ എടുത്തറിയിച്ച് അതിലൂടെ വസുദേവർക്ക് കാര്യം ഗ്രഹിപ്പിക്കുന്നു. ഈ നവയോഗികൾ ബ്രഹ്മാവിൻ്റെ പുത്രനായ സ്വയംഭുവ മനുവിൻ്റെ വംശപരമ്പരയിലുള്ള ഋഷഭ ചക്രവർത്തിയുടെ പുത്രന്മാരാണ്. ഇവർ മഹായോഗികളും ലോകക്ഷേമത്തിനു വേണ്ടി സഞ്ചാരം ചെയ്യുന്നവരുമാണ്. അങ്ങനെ ലോകസഞ്ചാരം ചെയ്യുന്ന അവസരത്തിൽ നിമി ചക്രവർത്തി നടത്തുന്ന ഒരു യാഗത്തിൽ പങ്കെടുക്കുകയും ആ മഹർഷിമാരെ ആദരവോട് സ്വീകരിച്ച് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ഭാഗമാണ് ഇവിടെ പ്രസക്തം. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, സുബുദ്ധി, ദ്രുമിളൻ, ശമസൻ, കരഭാജൻ എന്നീ നാമങ്ങളിലാണ് ഈ 9 യോഗികൾ അറിയപ്പെടുന്നത്. ഇതിൽ ഇന്ന് നമുക്ക് ആദ്യത്തെ 4 മഹർഷിമാരുമായുള്ള സംവാദം ഗ്രഹിക്കാം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ള മനുഷ്യരായ നമുക്ക് നാം സദാ ബ്രഹ്മാത്മക ജീവിതവും കർമ്മത്തിൽ കൂടുതൽ ആസക്തിയുമുള്ളവരുമാണ്. അത്തരം മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി ഈ ഏകാദശ സ്കന്ധത്തിലെ ഈ ഭാഗത്തിൽ കൂടെ ശ്രദ്ധിച്ച് ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. ഉത്തമന്മാർക്കു ദേവചരിതം സുഖമായും ഉത്തമേതരന്മാർക്കു ദുഃഖദമായും വരും. കർമ്മികളായുള്ളവർക്കെങ്ങനെ മോക്ഷം വരും? മംഗലപദേ പറഞ്ഞിടുക വഴി പോലെ. ഇത്തരം വസുദേവൻ തന്നെ വാക്കു കേട്ടു ചിത്ത കൗതുകത്തോടു നാരദനരുൾ ചെയ്തു. കേട്ടുകൊള്ളുക മുന്നം ദാതാവിൻ പുത്രനായി വാട്ടമെന്നിയെ ഭജിച്ചിടിനാൻ സ്വയംഭുവൻ. തത്സുതൻ പ്രിയവ്രതൻ, തത്സുതൻ അഗ്നീന്ദ്രനും, തത്സുതൻ നാഭി പിന്നേതർ ഋഷഭനവൻ പുത്രൻ. തത്സുതന്മാരായി 100 പുത്രന്മാരുണ്ടായി വന്നു. വത്സന്മാരതിൽ മുമ്പനായതു ഭരതൻ പോൽ പെരിക പ്രസിദ്ധന്മാർ നവയോഗികളല്ലു. എന്നതിൽ മുന്നേവനായുള്ളവൻ കവിയല്ലോ, പിന്നേവൻ ഹരിതാനും അന്തരീക്ഷനും, പിന്നെ പ്രബുദ്ധൻ പിപ്പലായനൻ, ആവിർഹോത്രൻ, പിന്നെ സുബുദ്ധി ദ്രുമിളനും, ചമസൻ കരഭാജൻ. ഭഗവദ്രൂപമായിട്ടിരിക്കുന്നൊരു വിശ്വം സദസദാത്മകമായെന്നതുമറിഞ്ഞുള്ളിൽ എത്രയും തേജോമയമാന്മാരായവർ ലോകങ്ങളിൽ ഉത്തമ ഗുണവാന്മാരൊന്നിച്ചു നടക്കുമ്പോൾ മൈഥിലനായ നിമി നൃപനങ്ങൊരു യാഗം ചെയ്തിടും നേരം നവയോഗികൾ ചെന്നു തത്ര. ആത്മാനുരൂപന്മാരാം യോഗികൾ തമ്മെ കണ്ടു സ്വാത്മനാ നിജ പുരോഹിതനും കൂടി പൂജിച്ചാത്മാനന്ദത്തോടെ ചോദിച്ചിതു വിദേഹനും. ആത്മജ്ഞാനികളായ യോഗികൾ തമ്മോടായി അങ്ങനെയുള്ള നിമി സംവാദം കൊണ്ടു ജ്ഞാനം ഇന്നിഹ ഭവാനോടെങ്ങപ്പേരുമറിയിക്കാം. മന്നവൻ നിമി നവയോഗികളോടു ചൊന്നാൻ. മന്നിടത്തിങ്കൽ ഈശന്മാരായ നിങ്ങളെല്ലാം വിഷ്ണു ഭക്തന്മാരായി വിഷ്ണു സന്മയലോകെ
വിഷ്ണുബോധേന ലോകം പാവനമാക്കിയിടുവാൻ സഞ്ചരിക്കുന്ന നിങ്ങൾ ദേഹത്തെ കാൺമാനേറ്റം ചഞ്ചല ഹൃദയന്മാരാകിയ മനുഷ്യർക്കു ദുർലഭം. കണ്ടെത്തിയാൽ ദുരിതമെല്ലാം നീങ്ങി ഇല്ലില്ല സംസാരത്തിൻ ഭ്രമവും തീരും നൂനം. സത്സംഗം തന്നെ സർവദോഷശാന്തിയെ ചെയ്യും സസുഖം. ഭാഗവതധർമ്മത്തെ എനിക്കിപ്പോൾ ഒക്കവേ നിങ്ങൾ ഉപദേശിച്ചു തന്നിടണം. ഭക്തവത്സലന്മാരാം നിങ്ങൾക്കു നമസ്കാരം. ഏവം നിർവ്യാജ ഭക്തിയോടപേക്ഷിച്ചു നിമി സേവിച്ച നേരം അവരുപദേശിച്ച വഴി കേട്ടാലുമെന്നു വസുദേവനോടതു നേരം ശ്രേഷ്ഠനാം മഹാമുനി നാരദനരുൾ ചെയ്തു. നവയോഗികൾ മുമ്പൻ കവിതാൻ നിമിയോടും ഈ വണ്ണം ഭാഗവതധർമ്മത്തെ അറിയിച്ചാൻ. അസത്തായിരിക്കുന്ന പ്രപഞ്ചം സത്യമെന്നു മുഴുത്തു തോന്നും ബുദ്ധി നിവൃത്തി വരുവാനായി അച്യുത പാദാംബുജോപാസന വഴി പോലെ നിശ്ചല ബുദ്ധ്യാ മുമ്പിൽ ചെയ്യണം നൃപോത്തമാം. അവിദ്വാൻമാരായുള്ളൂരജ്ഞാനി ജനങ്ങൾക്കങ്ങ് വിദ്യാനാശം വന്നിട്ടാത്മാനമറിവാനായി ഭാഗവതാഢ്യമിതം ഭഗവാനരുൾ ചെയ്തു. ഭോഗികളായ കർമ്മമാർഗികൾ മുക്തരാവാൻ. എങ്ങനെയെന്നാൽ മനോവാക്കുകായങ്ങൾ കൊണ്ടു അങ്ങിഹ ചെയ്യും കർമ്മമൊക്കെയും നാരായണൻ തത്പദേ സമർപ്പിച്ചു കൊള്ളേണം. ദ്വൈതഭ്രമം എപ്പേരും പോവാനപ്പോൾ ഭയകമ്പാതി തീരും. കർമ്മങ്ങൾ ഈശ്വരങ്കൽ നിന്നു വേർവിട്ടു തോന്നും നിർമ്മലനായോരീശ്വരൻ തന്നെ മായാവശാൽ. അജ്ഞാനി ജനങ്ങൾക്കു തോന്നുന്ന ഭേദബുദ്ധി സുജ്ഞാനസ്വരൂപനാം ഈശങ്കലില്ല ന്യൂനം. ആചാരമറിയായിക കൊണ്ടീശ ചൈതന്യമാം ശാശ്വതം തെളിഞ്ഞു ശോഭിക്കായിക കൊണ്ടുതന്നെ ഈശനും പ്രപഞ്ചവും രണ്ടായി തോന്നുന്നതും വാസന സങ്കൽപ്പാദി വികൽപ്പഭ്രമമെല്ലാം സ്വപ്നസ്തുല്യമെന്നുള്ളിലറിഞ്ഞു വിദ്വാനായി വിഘ്നമാം ദ്വൈതഭ്രമമൊക്കെയും മിഥ്യയെന്നും ദേഹവും ഇന്ദ്രിയാദി സംഘവും പഞ്ചഭൂതം ഐഹികലോകം ചരാചരങ്ങളെല്ലാം ഒന്നായി ഈശ്വരമയമെന്നങ്ങറിഞ്ഞു സദാനന്ദ നിശ്ചല ഭക്തിയാ മത്തോന്മത്തന്മാരെ പോലെ നിത്യവും ഈശ്വരങ്കൽ സർവവും സമർപ്പിച്ചു ചിത്തവും ഉറപ്പിച്ചു വസിച്ചിടുന്നതല്ലോ ഉത്തമ ഭാഗവതധർമ്മമെന്നറിക നീ. ഇത്തരം കവി നിമിയോടുപദേശിച്ചപ്പോൾ ഉത്തമൻ നിമി നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ. ഭാഗവതന്മാരായ ഭഗവത് ഭക്തരുടെ യോഗവൈഭവയശോ ധർമാചാരങ്ങളെല്ലാം എങ്ങനെ എന്നു നൃപൻ വാക്കുകൾ കേട്ട നേരം മംഗലൻ ഹരിദാനുത്തരമരുൾ ചെയ്തു. സർവഭൂതങ്ങളിലും ആത്മാനാ ഭഗവാനെ സർവദാ കാണുന്നവർ ഭാഗവതോത്തമന്മാരാം. സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നതും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും സർവദാ കാണുന്നവർ ഭഗവതാഢ്യരല്ലോ. മൂഢനും രിപുമിത്രം ഭക്തനും അഭക്തനും പ്രൗഢനും അപ്രൗഢനും ബദ്ധനും മുമുക്ഷുവും എന്നിവരെല്ലാം വിഷ്ണുമയം എന്നറിയുന്നോരുന്നത ഭക്തൻ താനും ഭാഗവതോത്തമനാം. ദേഹേന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ കരണങ്ങൾ മോഹാദി ഷഡ്ഭാവങ്ങൾ പിന്നയാ ഷഡൂർമികൾ ഏവമാദിയായുള്ള സംസാരധർമ്മങ്ങളെ ഏവനെന്നാലും ത്യാജ്യമാനനായി ഹരി തന്നെ സേവിക്കുന്നവൻ താനും ഭാഗവതോത്തമനാം.
യാതൊരുവന്റെ ചിത്തേ കാമകർമാദി ബീജം യാതുമേ ജനിയാതെ മാധവമയനായി ഭക്തനാകുന്നവനും ഭാഗവതോത്തമനാം വ്യക്തമാം ജന്മകർമാദ്യാശ്രമവർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും വിത്താദിമോഹം നീക്കി ദേഹാദി സർവഭൂത സമനായി ശാന്തനായി മേവിടുന്നവൻ താനും ഭാഗവതോത്തമനാം കേവല സന്യസ്തനായി ജീവവത്സലനായി കേശവൻ തങ്കൽ ഗാഠചിത്തനായി ലോകത്രയം പാദരേണുക്കൾ കൊണ്ടു പാവനമാക്കി ശോഭിച്ചാതുരമായ ഭവദുഃഖമൂലങ്ങൾ തീർപ്പാൻ വൈകുണ്ഠ സ്മൃതിയോടും ലോകേഷു സഞ്ചരിച്ചു. ലോകേശ സുരാസുരാദികളാൽ വിമൃഗ്യമാം ഭഗവത് പാദാരവിന്ദങ്ങളെ നിമിഷവും അകമേ മറക്കാതെ തത്പദ പ്രകാശത്താൽ മാനസം കുളിർത്തു ദുഃഖങ്ങളുമൊക്കെ നീക്കിയിട്ട് ആനന്ദമയനായോൻ ഭാഗവതോത്തമനാം. ഈ വണ്ണം ഭാഗവതന്മാരുടെ അവസ്ഥകൾ ഏവം കേട്ടൊരു നിമിയം നേരം ചോദ്യം ചെയ്തു. മായാതത്വവും അതിൻ ലക്ഷണങ്ങളുമെല്ലാം മായമെന്നിയേ അരുൾ ചെയ്കന്നു കേട്ട നേരം അന്തരീക്ഷനും അപ്പോൾ അന്തർമൂതേന ചൊന്നാൻ ചിന്തിക്ക നിമിനൃപാലോക ബന്ധങ്ങൾ അകലുവാൻ നിർഗുണ കേവലാത്മാ തന്നിൽ നിന്നിഹ തോന്നും സദ്ഗുണ ഭ്രമമല്ലോ മായയെന്നറിഞ്ഞാലും ദേഹേന്ദ്രിയാർത്ഥങ്ങളായി തോന്നിയിടുന്നതു ജാഗ്രത് മോഹമാം സ്വപ്നം അന്ധക്കരണഭ്രമമല്ലോ സുപ്തി തദ്വാസനയാം ബീജമെന്നറിയണം ഞെട്ടിയാം തുര്യം അതിൻ കാരണമെന്നറിക. വിശുദ്ധജ്ഞാനം തന്നെ മായയാ ത്രിവിധമായി അശുദ്ധമവസ്ഥകളായിട്ടു തോന്നിയിടുന്നു. ജഗദ്വാസന തന്നെ സ്വപ്നമായി തോന്നിയിടുന്നു. ആഗ്രഹം സ്വപ്നജ്ഞാനമെന്തെന്നാലതു ഫലം. തത്ഫലം കർമ്മമതു ചിന്തിച്ചാൽ മിഥ്യാഭൂത കൽപ്പിതമവസ്ഥകളാത്മനി തോന്നിയിടുന്നു. എങ്ങനെയെന്നാൽ മനോരഥമാകുന്ന സ്വപ്നം ഇങ്ങുള്ളിൽ തോന്നുന്നതുപോലെയെന്നറിക നീ. മാനസസ്മരണകൾ ഓർക്കുമ്പോൾ മിഥ്യയല്ലോ. മാനസസ്മൃതി പോയാൽ മായയുമില്ല. പിന്നെ ആത്മാവിൻ വൈഭവങ്ങൾ അറിഞ്ഞു മോക്ഷത്തിനായി ആത്മനാലോകങ്ങൾ തന്മയമാക്കി കാൺക. സുപ്രകാശാത്മമാകിയ കുണ്ടിഹായ് സ്വപ്രകാശാത്മാമായ കുണ്ടിഹ മഹാഭൂതമുത്ഭവിച്ചിട്ട് അതിലുളവാം പഞ്ചഭൂതം അഞ്ചു ഭൂതത്തെ കൊണ്ടു പത്താക്കി പിന്നെയതിൽ അഞ്ചിനെ നന്നാലാക്കി പഞ്ചവിംശതി തത്വം എന്നതിൽ നിന്നിടുന്ന ചൈതന്യം ജീവാത്മാവായി വന്നിടുന്നിതു അന്ധക്കരണഭാസനായി. നിന്നിഹ മനസ്സായി കർമ്മങ്ങൾ ചെയ്ക മൂലം വന്നിതു ശരീരവും തത്തൽ കർമ്മണാം ഫലം ഗ്രഹിച്ചു സുഖദുഃഖ ഭാവേന ഭ്രമിക്കുന്നു ഇഹത്തിൽ അനാദിയായി എന്നതും അറിക നീ. ഇക്കണ്ട പഞ്ചഭൂത ഭൗതിക ചരാചരമൊക്കെയും കാലാന്തരാൽ മിഥ്യയായി വരും. ഭൂതാതിക്രമാൽ വരും അഗ്നി വർദ്ധിച്ചു മേന്മേൽ ആദവമയമാകും ലോകവും അതുകാലം. 100 വത്സരം മഴ പൊയ്കയില്ലതിനാലെ നീറായി ഭവിച്ചിടും മേദിനിയെല്ലാം. അപ്പോൾ പാതാളെ വസിച്ചിടും ശേഷൻ തന്മകുടങ്ങൾ ആതപം കൊണ്ടുവന്നു തദ്വിഷാഗ്നിയും കൂടി ശേഷ സൂര്യാദിലോകവും ഭസ്മമാക്കി ശേഷിപ്പിച്ചൊരു അഗ്നി തന്നിൽ നിന്നുളവാകും സപ്തമേഘങ്ങൾ. പിന്നെ 100 സംവത്സരവും ഹസ്തിതൻ കരതുല്യ കണങ്ങൾ വർഷിച്ചിഹ തജ്ജലേ ലയിക്കുന്നു. മുന്നമുള്ളൊരു ഭസ്മമജ്ജലം തന്നിൽ വിരാട്ടുണ്ടായതെന്നു കേൾപ്പൂ. തദ്വിരാൾ പുമാൻ താനും തജ്ജലേ ലയിച്ചിടും അദ്വയമായിടുന്നു. രവ്യക്ത സ്ഥൂല സൂക്ഷ്മഭൂതങ്ങൾ ലയിച്ചിടും ഇന്ധനാഗ്നികൾ പോലെ. മേദിനി ഗന്ധമെന്നീ അമ്പസി ലയിച്ചിടും
ജലവും രസമന്യേ അഗ്നിയിലടങ്ങിയിടും. വിലയം വരും രൂപഭേദനായി അഗ്നിവായു മാരുതൻ സ്പർശഹീനമാകാശേ ലയിച്ചിടും. ആരവഹീനം വിണ്ണും കാലാത്മാ ഗുണങ്ങളും കേവലം മായ പരമാത്മനി ലയിച്ചിടും. ഇവണ്ണം ദേഹകരണേന്ദ്രിയാദികളെല്ലാം ആത്മാവു തന്നെ വേറായി തോന്നുന്നു സമസ്തവും. ആത്മാവെ അറിഞ്ഞുടൻ ദൃഢത്വം വരായ്കയാൽ ആത്മാവു വേറെ ജ്ഞാനന്നോർത്തിഹ നശിക്കുന്നു എന്നല്ല. മോഹക്ലേശഭയ ചാപല്യാദികൾ വന്നു സംഭവിക്കുന്നിതാത്മനി മായയാലേ. ആത്മാവിൽ നിന്നു വേറായി തോന്നുന്നു ലോകാലോകം. ആത്മാവല്ലാതെയില്ല തോന്നലോ സ്വപ്നതുല്യം. സൂര്യനങ്ങുദിക്കുമ്പോൾ അസത്താമന്ധകാരം ഛായയില്ലാതെ പോലെ വന്നിടും ബോധോദയെ. ബോധമില്ലാതെ വരും നേരത്തങ്ങുളമായി ബാധയായ സത്തായിട്ടിരിക്കും മായ തന്നെ. സർഗവും സ്ഥിതിലയം ചെയ്യുന്നിതറിഞ്ഞാലും നിർഗുണേ സിതരിക്ത കൃഷ്ണവർണ്ണാനിമായാം. ഇത്തരം മായാതത്വമൊക്കെയും അന്തരീക്ഷൻ ഉത്തമ നിമിനൃപൻ തന്നോടു കേൾപ്പിച്ചപ്പോൾ ദുഷ്ടരയായ മായ അകൃതാത്മാക്കൾ കടന്നത്രയും തെളിയുന്ന വഴിയെ കേൾപ്പിക്കണം. ഇത്തം മായാതിക്രമം കേൾക്കണമെന്നു കേട്ടിട്ടുത്തരം പ്രബുദ്ധനും നൃപനോടരുൾ ചെയ്തു. കർമ്മികൾക്കുള്ള സുഖദുഃഖാദിഭേദമെല്ലാം നിർമ്മലമതി പറഞ്ഞിടുവൻ കേട്ടാലും നീ. സ്ത്രീവിത്ത ഗൃഹപുത്ര പശുക്കൾ ധാന്യാദികളാവോളമാർജിച്ചതിലേറിയ മോഹത്തോടും മായാനിർമ്മിതമായ ലോകാദി ചരാചരകായങ്ങൾ നിത്യമെന്നു ചിന്തിക്ക നിമിത്തമായി മനസം ചലിച്ചുടൻ ജനന മരണത്താൽ ദീനനായി ദുഃഖപ്പെട്ടങ്ങുഴലുന്നിതു നിത്യം. സ്ത്രീവിത്ത ഗൃഹ ലോകദേഹാദി നിത്യമല്ലെന്നാവോളം ഓർത്തറിഞ്ഞു സദ്ഗുരുഭക്തനായി രാഗാദിവിഹീനനായി സാധന സമ്പത്തോടും ഭഗവതാഗ്രഹനായി ശാന്തനായിരിപ്പവൻ ബ്രഹ്മചര്യത്തിങ്കൽ നിന്ന വ്യാജവൃത്തിയോടും നിർമ്മല ഭാഗവത ധർമ്മജ്ഞനായ ശേഷം ദേവതാചാര്യാത്മാവിൽ ഭക്തി സന്തോഷത്തോടു കേവലാത്മാവു തന്നെ സർവത്ര വിഷ്ണുവെന്നും സർവസംഗങ്ങളിലും നിവൃത്തിശീലനായി സർവദാ ശുദ്ധാത്മാവായി അഹിംസാപരനായി സ്വാധ്യായ തപോ മൗനശീലനായി ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യ ഭാവാർജവ സംയുക്തനായി ശീതോഷ്ണ സമബുദ്ധ്യാ വിവിക്ത ദേശസ്ഥനായി സാധുസംഗമം കൊണ്ടും സന്തുഷ്ടാത്മാവായി നിത്യം ഭാഗവതാദി ശാസ്ത്രശീലനായി അനുദിനം ഭോഗമോഹാദി നിന്നാഹീനനായി സമബുദ്ധ്യ ശ്രവണം ധ്യാനം പിന്നെ കീർത്തനം ഹരിയുടെ അവതാരാദി കർമ്മഭേദങ്ങളോർത്തുള്ളത്തിൽ ജന്മകർമ്മങ്ങൾ ഇഷ്ടമനിഷ്ടം ഗൃഹധാരധർമ്മസന്തതി പ്രാണാദികളെ ഭക്തിയോടും ഈശ്വരാർപ്പണം ചെയ്തു വാഴുന്ന ഭക്തൻ തനിക്കീശ്വരമായ തന്നെ ജയിക്കാമറിക നീ. മുന്നം ചൊല്ലിയ മിഥ്യാവസ്തുക്കൾ സത്യമെന്നു തന്നുള്ളിൽ തോന്നുകിലും അതിങ്കൽ സംഗം പോക്കി രാഗാദിഹീനനായി ഭഗവൽ സേവ കൊണ്ടും ശോകനാശന ഭക്തി വിശ്വാസം കൊണ്ടും തന്നെ ദുസ്തരമായുള്ളൊരു വിഷ്ണുമായയെ കടന്നത്തലും നീക്കി മായാതീതനായി വാഴാമിടൂ. ഓം ശാന്തി ശാന്തി ശാന്തി.